ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 6 മണിയാകുമ്പോഴേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ഇന്നലെ കിടന്നത്. പക്ഷേ രാവിലെ തന്നെ മൈഗ്രെയിൻ തന്ന കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഛർദിയും തലകറക്കവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒത്തിരി ലേറ്റ് ആയിപ്പോയി. കുഴപ്പമില്ല, പിന്നെ നമ്മൾ വേഗം തന്നെ വണ്ടി കയറി വേഗം നാട്ടിലെത്തണമെന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടായിരുന്നു കേട്ടോ. ഹൈസ അപ്പോഴും ഉറങ്ങി, ഉറക്കത്തിൽ തന്നെ എടുത്തതിനോട് നമുക്ക് കുള റെഡിയാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മൈസൂർ എത്തി കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ചായ നമ്മൾ തന്നെ കൊണ്ടുപോയിട്ടുള്ള കോഴിമുട്ടയും പഴമൊക്കെ കഴിച്ച് അത് അവിടെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ വേഗം ഹൈസൻ ഒരു വാഷ്റൂം കയറി ഒന്ന് സെറ്റപ്പാക്കി റെഡിയാക്കി എടുത്തു. അപ്പോഴാട്ടോ ആൾ ചില്ലൗട്ടായത്. പിന്നെ നേരെ പോയത് ഗുണ്ടൽപേട്ടയുള്ള ആ ഒരു സൂര്യകാന്തി കാണാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും റീല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തായാലും ഇനി വരുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം. അവിടെ ചാർജൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കയറി അവിടെ നിന്ന് കുറച്ച് റീലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നേരെ കാട്ടുകൂടെ പോയപ്പോഴോ ആനനെയൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത് കേട്ടോ. നേരെ പിന്നെ നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. വൈഷ്ണവെ കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ പോകുന്നത്. അവിടെ എത്തി നോക്കുമ്പോൾ നമ്മൾ കുറച്ച് വഴിയൊക്കെ തെറ്റി അങ്ങനെ ഏകദേശം അവിടെ എത്തിയിട്ടോ. നല്ല വഴിയും ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയിരുന്നു. നമ്മൾ അങ്കിൾസിനോട് ഷൂട്ടൊക്കെ ചെയ്തത് അവിടെ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വിഹാൻ അങ്ങനെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വെറും ഹോസ്പിറ്റലായിട്ട് കളിയായിരുന്നു കേട്ടോ കഴിഞ്ഞ വെക്കേഷനിൽ. അപ്പോഴും വൈഷ്ണവ് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതിനോട് നമ്മൾ വേഗം നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നമുക്ക് പോരാൻ പറ്റി. അപ്പോൾ എന്നോട് വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിലും ഞാൻ എന്തായാലും എടുക്കുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസാണ് ഇതൊക്കെ കാണുന്നത്. നല്ല അടിപൊളി മുളകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ നട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വല്യമ്മച്ചി പിന്നെ അതിൻ്റെ ഒരാളാണല്ലോ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് അടിച്ച് മാറ്റി മെല്ലെ അവളോട് ബൈ ബൈ പറഞ്ഞ് നേരെ ഇറങ്ങി. വയനാട്ടിൽ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ സമയത്ത് അമ്മച്ചി വിളിച്ച് 2 സാധനം മേടിക്കാൻ പോകുമ്പോൾ അവിടെ ഇറങ്ങി അതും മേടിച്ച് നേരെ പിന്നെ നാട്ടിലേക്ക് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നു. നാട്ടിലെത്തുമ്പോഴേക്കും കുറേ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.